ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് നമ്മളുടെ സീരീസിലെ 6ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ 2ാമത്തെ അധ്യായം അതിൻ്റെ 10ാമത്തെ വാക്യം മുതൽ 19ാമത്തെ വാക്യം വരെ നമുക്ക് ശ്രദ്ധിക്കാം. ടുഡേ വി വിൽ ലുക്ക് അറ്റ് Haggai chapter 2 verse 10 to 19. This passage talks about Yahweh blessing the defiled people through his temple. ഈ ഭാഗം പരാമർശിക്കുന്നത് തൻ്റെ മന്ദിരത്തിലൂടെ മലിനമായ ജനത്തെ യഹോവ അനുഗ്രഹിക്കുന്ന കാര്യമാണ്. These words are primarily spoken to the priests and generally to the nation of Judah in the 24th day of the 9th month of the second year of Darius the king. ദാര്യാവേശ് രാജാവിൻ്റെ 2ാമത്തെ ആണ്ടിൽ 9ാമത്തെ മാസത്തിൻ്റെ 24ാമത്തെ ദിവസം ഈ വാചകങ്ങളെല്ലാം മുഖ്യമായിട്ട് പുരോഹിതരോടും പൊതുവായി യഹൂദദേശത്തോടുമാണ് ദൈവം സംസാരിക്കുന്നത്. കഴിഞ്ഞ ഭാഗം നമ്മൾ ചിന്തിച്ചതിൻ്റെ ഡേറ്റ് 1ാമത്തെ വാക്യത്തിൽ പ്രകടമാണ്. ഇപ്പോൾ 10ാമത്തെ വാക്യത്തിലും അടുത്ത ഡേറ്റ് പ്രകടമാണ്. എന്ന് വെച്ചാൽ 2ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയും 10 മുതൽ 19 വരെയും 2 മാസത്തിൻ്റെയും 3 ദിവസത്തിൻ്റെയും ഇടവേളയുണ്ട്. There is a gap of 2 months and 3 days between verse 1 to 9 and 10 to 19. So let's look at this passage with the following headings. തുടർന്നുള്ള തലക്കെട്ടുകളിൽ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കാം. പ്രാരംഭമായിട്ട് 10ാമത്തെ വാക്യം മുതൽ 14ാമത്തെ വാക്യം വരെ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. വേഴ്സ് 10 to 14 വായിച്ചോ. ദാര്യാവേശിന്റെ 2ാം ആണ്ട് 9ാം മാസം 24-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നെന്നാൽ, സൈന്യങ്ങളുടെ യഹോവന്മാരെ അരുളിച്ചെയ്യുന്നു, നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടതെന്നാൽ, ഒരുത്തൻ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്ക് വിശുദ്ധ മാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? ഇതിന് പുരോഹിതന്മാർ ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ ഹഗ്ഗായി ശബ്ദത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമെന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. അതിന് ഹഗ്ഗായി ഉത്തരം പറഞ്ഞു തന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എൻ്റെ സന്നിധിയിലാകുന്നെന്നപ്പോൾ ഉറപ്പാണ്. അവരുടെ കൈകളുടെ പ്രവർത്തിക്കുകയും അങ്ങനെ തന്നെ. അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധം. ഓക്കെ, പുരോഹിതന്മാരുടെ 2 പ്രത്യേക സാഹചര്യത്തെ പറ്റിയാണ് ഇവിടെ ഹഗ്ഗായി ചോദിക്കേണ്ടത്. ഒന്ന്, 12ാമത്തെ വാക്യത്തിൽ വിശുദ്ധ മാംസം, ഹോളി മീറ്റ് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. ദാറ്റ് റെഫർ ടു മീറ്റ് ദാറ്റ് ഇസ് മെയ്ഡ് ഹോളി ത്രൂ സാക്രിഫൈസ്. യാഗം അർപ്പിക്കുന്നതിലൂടെ വിശുദ്ധമായ മാംസമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. This is probably a peace offering since it could be eaten by the one who offered it. ലേവ്യ പുസ്തകം 7ാമത്തെ അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഒരു സമാധാന യാഗത്തിൻ്റെ ഭോജന വസ്തുവാണ്. കാരണം ഇത് അർപ്പിക്കുന്ന ആൾക്കും അതിൽ നിന്നും പങ്കാളിയാവാം. ഓൾസോ പീപ്പിൾ wore long ropes that could fold up to carry goods in it. വസ്തുക്കൾ അവരുടെ തുണിയിൽ കൊണ്ടുപോകുവാൻ മടക്കി വെക്കുവാൻ മാത്രമുള്ള അത്രയും നീളമുള്ള വസ്ത്രങ്ങളാണ് അവരന്ന് ധരിച്ചിരുന്നത്. And through this situation, asked in verse 12, the priests needed to answer that consecrated meat made the garment holy, but the garment could not pass the holiness to other objects like the bread, cooked food, wine, oil or any other food. ഈ ഒരു സാഹചര്യം അവതരിപ്പിക്കുന്നതിലൂടെ ഒരു പുരോഹിതന്മാർ കൊടുക്കേണ്ട ഉത്തരം ഇതാണ്: വിശുദ്ധ മാംസം ഈ ഉടുപ്പിന് അല്ലെങ്കിൽ വസ്ത്രത്തെ വിശുദ്ധമാക്കും, പക്ഷേ ഈ വസ്ത്രം പിന്നീട് മറ്റൊരു വസ്തുവിനെ വിശുദ്ധമാക്കുന്നില്ല. വീഞ്ഞിനെയോ അപ്പത്തെയോ എണ്ണയെയോ അങ്ങനെ ഒരു കാര്യത്തെയും ഈ വസ്ത്രം വിശുദ്ധമാക്കുന്നില്ല. സോ ഇൻ അതർ വേർഡ്സ്, ഹോളിനെസ് കുഡ് നോട്ട് ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് പകരുന്ന ഒരു കാര്യമല്ല. Now in verse 13,
On being asked whether all of these above mentioned food particles will be unclean when someone who is unclean from a corpse touches it, the priest's answer, it will be unclean. ശവത്തിൽ തൊട്ട ഒരാൾ പിന്നീട് മേൽ പറഞ്ഞ കാര്യങ്ങളെ തൊടുകയാണെങ്കിൽ ഈ അശുദ്ധി അങ്ങോട്ടേക്ക് പകരുമോ? പകരും. So they needed to understand that uncleanness could be transferred from one object to another. അശുദ്ധിക്ക് ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് ചെല്ലാൻ സാധിക്കും, വിശുദ്ധിക്ക് അത് പറ്റത്തില്ല. Having said all of these things, Yahweh points out that the people and the nation are unclean. ഈ ജനവും ഈ കൂട്ടവും അവർ അശുദ്ധമായിരിക്കുന്നു. Now in context, it's not referring to the ritual impurity. ഒരു ശവത്തെ തൊട്ട് അശുദ്ധമായ കാര്യമല്ല ഇവിടെ പറയുന്നത്. This is about moral uncleanness. ധാർമ്മികമായിട്ടുള്ള അശുദ്ധിയെ പറ്റിയാണ് ഇവിടെ പശ്ചാത്തലം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Consequently, every work of their hands is affected. അവർ അശുദ്ധരായതുകൊണ്ട് അവർ ഇടപെടുന്ന ഏത് മേഖലയിൽ അതും അശുദ്ധിയാൽ നിറയപ്പെടുന്നു. And whatever, okay, the agriculture was defiled. അവരുടെ കൃഷി ഉൽപ്പന്നങ്ങളെല്ലാം ഇവർ മൂലം അശുദ്ധമായി. And whatever they offer to God from these produces also becomes unclean. അവർ അശുദ്ധമായി, അവർ നട്ടതെല്ലാം അശുദ്ധമായി, ആ നട്ടതിൽ നിന്നും ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതെല്ലാം അശുദ്ധമാണ്. That is, their worship was severely affected by who they were. അവരുടെ മലിനത അവരുടെ ആരാധനയും ബാധിച്ചു. Though there was no evident interest to prioritize God, they kept bringing offerings to God. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിച്ചാൽ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? ദൈവത്തിന് മുൻഗണന കൊടുക്കാത്തൊരു ജനതയായിരുന്നു ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ മുൻഗണന കൊടുക്കുന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു താല്പര്യമില്ലാതിരിക്കെ തന്നെ തുടർമാനമായിട്ട് അവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാധിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന് യാഗ വസ്തുക്കൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എസ്ര 3:1 മുതൽ 3 വരെ നമുക്ക് എടുക്കണ്ട. നമ്മളവിടെ വായിക്കുന്നത് എന്താ? They built the altar of the God of Israel to offer burnt offerings on it. ഹോമയാഗം അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിലെ ദൈവത്തിന് ഒരു ബലിപീഠം അവർ പണിഞ്ഞു. And then they celebrated the festival of booths. കൂടാര പെരുന്നാൾ അവർ ആഘോഷിച്ചു. And they had continual offerings, burnt offerings for all sessions that Yahweh set apart as holy. യഹോവ വിശുദ്ധമാക്കിയ എല്ലാ ദിവസത്തിലും തുടർമാനമായിട്ട് എല്ലാ സമയങ്ങളിലും അവർ ഹോമയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. Now the altar being built was to be a step towards the completion of the temple construction. യാഗപീഠം പണിയുന്നത് മന്ദിരത്തിൻ്റെ പണിയുടെ പൂർത്തീകരണത്തിൻ്റെ ആദ്യ പടിയായിട്ടാണ്. Because that is why Cyrus commanded the people of Judah to return to Jerusalem. ഇതിനായിട്ടാണ് കോരേശ് രാജാവ് ഇവരെ പ്രവാസത്തിൽ നിന്നും മടക്കി അയക്കുന്നത്. An altar without the temple is absurd in God's eyes. മന്ദിരമില്ലാതെ വെറും ഒരു യാഗപീഠം ദൈവത്തിന് കാണേണ്ടി വരുന്നത് അത് വളരെ ഇറ്റ്സ് സംതിങ് വെരി അൺയൂഷ്വൽ. സാധാരണഗതിയിൽ അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദീസ് വർ ദ ഫോളോയിങ് തിങ്സ് ദാറ്റ് ദേ വർ ഗിൽറ്റി അബൌട്ട്. ഇവർ 3 കാര്യങ്ങളിൽ കുറ്റക്കാരാണ്. 1, they were bringing offerings to God without prioritizing God's will for them. ദൈവഹിതം, അതായത് അവർക്കായിട്ടുള്ള ദൈവഹിതത്തിന് വേണ്ടിയിട്ട് മുൻഗണന കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ ഇവർ ഈ ദൈവത്തിനെ ആരാധിക്കാൻ വരുന്നു. Second, they bring offerings without desiring the presence of God's glory that comes only in the building of the temple. യഹോവയുടെ മന്ദിരം പണിയുന്നതിലൂടെ മാത്രം ആണ് ദൈവത്തിൻ്റെ മഹത്വം ഇവരുടെ ഇടയിൽ വരുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വം ആഗ്രഹിക്കാതെയാണ് ഇവർ യാഗവസ്തുക്കൾ പിന്നെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. Third, they bring offerings to God while being defiled in accordance to God's standards. ദൈവത്തിൻ്റെ മാനദണ്ഡ പ്രകാരം ഇവർ അശുദ്ധരായിരിക്കെ തന്നെ അതേ വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ അശുദ്ധരായിട്ട് ഇവർ യാഗങ്ങൾ കൊണ്ടുവരുന്നു. ഈ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ചില്ലറ കാര്യങ്ങളല്ല. ദീസ് ആർ വെരി സീരിയസ് തിങ്സ്. വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് ഇവിടെ
നടക്കുന്നത്? വെൽ, ദിസ് വാസ് ദ റിമെമ്പറൻസ് ഓഫ് ദെയർ പാസ്റ്റ് വർഷിപ്പ് ഡിഫൈൽഡ് ബൈ ഡിസൊബീഡിയൻസ്. കഴിഞ്ഞ 16 വർഷക്കാലം ഇവരുടെ ആരാധന എപ്രകാരം മലിനമായി പോയി. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 16 വർഷം ഇവർ യാഗങ്ങൾ കൊണ്ടുവരുന്നതിൽ യാതൊരു കുറവുമില്ല. പക്ഷെ അവർ കാണണം അവരുടെ യാഗങ്ങളെ ദൈവം എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത്. ഇതുവരെ അവർ കണ്ടിരുന്നതാ. അവരുടെ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിരുന്നില്ല. അവരുടെ കൃഷി സക്സസ്ഫുൾ ആയിരുന്നില്ല, അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷേ അത് മാത്രം അവരെ അറിയിക്കാൻ ദൈവം മനസ്സ് കാണിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ അവർ ദൈവത്തിനോട് ചെയ്ത കാര്യങ്ങൾ, കുറ്റബോധമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം ഇവരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നൗ വി മൂവ് ടു വേഴ്സ് 15 to 18. 15-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുൻപുള്ള കാലം വിചാരിച്ചു കൊടുക്കുക. ആ കാലത്ത് ഒരുത്തൻ 20 പറ കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കനാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിർ വിഷമഞ്ഞ് കന്മഴ കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇന്ന് തൊട്ട് മുന്നോട്ട് സൃഷ്ടിവെപ്പിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിൻ്റെ അതിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെക്കും. വിത്ത് ഇനിയും മതി. Remembrance of the consequences of past disobedience in the steps of current obedience. ഇപ്പോൾ അവർ ദൈവത്തെ അനുസരിക്കുന്ന ഈ വഴിയിൽ ദൈവം ഇവരുടെ കഴിഞ്ഞുപോയ അനുസരണക്കേടിൻ്റെ തിക്തഫലങ്ങൾ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ചോദിക്കും, ഇപ്പോൾ അവർ അനുസരിക്കുന്നുണ്ടല്ലോ, പിന്നെ കഴിഞ്ഞുപോയ കാലത്തിനെ പറ്റി ദൈവം എന്തിനാ ഇങ്ങനെ കുത്തിപ്പൊക്കുന്നത്? Why is God bringing all of those things again when they are already starting to obey? അപ്പം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് എന്താ വേണ്ടത്? മലിനമായ ആരാധനയെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ. ഇപ്പോൾ കാണുന്നത് അവരുടെ കഴിഞ്ഞുപോയ അനുസരണക്കേടിൻ്റെ തിക്തഫലങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. അശുദ്ധിയെപ്പറ്റി 10-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ പരാമർശിച്ചതിന് ശേഷം യഹോവ ഈ ചില വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. They listened to Yahweh's voice and completed the foundation of the temple on the 29th or 24th day of the 9th month of the 2nd year of Darius. ദാര്യാവേശ് രാജാവിൻ്റെ 2-ാമത്തെ ആണ്ടിൽ 9-ാമത്തെ മാസത്തിൻ്റെ 24-ാമത്തെ ദിവസം മന്ദിരത്തിൻ്റെ അടിസ്ഥാന പണിയെല്ലാം പൂർത്തീകരിച്ചു. അത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവർ ചെയ്തു. The foundation was earlier laid in Ezra 3 verse 10. അടിസ്ഥാനം നേരത്തെ എസ്ര 3:10 പൂർത്തീകരിച്ചുവെങ്കിലും എന്താ പറയുക, സ്ഥാപിച്ചെങ്കിലും അത് പൂർത്തീകരിച്ചത് ഇപ്പോഴാണ്. Now as they are obeying, they are to set their hearts to consider from the day the foundation was completed. ഈ അടിസ്ഥാനം പൂർത്തീകരിക്കുന്ന ദിവസമായ ഈ ദിവസം മുതൽ അവരവരുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടികളെ ഒരു കാര്യത്തിലേക്ക് വെക്കണം, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിലും 18-ാമത്തെ വാക്യത്തിലും ഒരു ഫ്രേസ് പിന്നെയും വരുന്നുണ്ട്. സെറ്റ് യുവർ ഹാർട്ട് ടു കൺസിഡർ ഫ്രം ദിസ് ഡേ ഫോർവേഡ് എന്നീ ഒരു വാചകം 3 തവണയാണ് വരുന്നത്. 15-ാമത്തെ വാക്യത്തിൽ 1 തവണ, 18-ാമത്തെ വാക്യത്തിൽ 2 തവണ. വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. 15-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭം എങ്ങനെയാണ് പറയുന്നത് മലയാളത്തിൽ വരുന്നത്? ആകയാൽ. ഓക്കെ, ഇംഗ്ലീഷിൽ ബട്ട് നൗ. 15-ാമത്തെ വാക്യത്തിൽ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? They had to do a detailed introspection of their lives up until that point. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒരു കാര്യത്തിലേക്ക് പതിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? ഇതിനു മുമ്പുള്ള ദിവസത്തിൽ എന്തൊക്കെ നടന്നു അതിനെപ്പറ്റി ഒരു വിശകലനം ഉണ്ടാവണം. They were not to continue going back to whatever had defiled them,
and their worship. അവരെയും അവരുടെ ആരാധനയും എന്താണ് മലിനമാക്കിയത്? അതിൽ തിരികെ പോകാതെ അവരെ തന്നെ സൂക്ഷിക്കണം. അവർ അതിലേക്ക് തിരികെ പോകുവാൻ ശ്രമിക്കരുത്. Even though Yahweh has already mentioned in chapter 1 about how he dealt with them over their misplaced priorities and consequences in their agriculture and daily needs, Yahweh brings it up again. ഒന്നാമത്തെ അധ്യായത്തിൽ അവരോട് എങ്ങനെ ഇടപെട്ടു എന്നുള്ളതും എന്തിനിടപെട്ടു എന്നുള്ളതും, അതായത് അവരുടെ മുൻഗണനകളെല്ലാം തെറ്റിപ്പോയി, അവരുടെ കൃഷിയിടങ്ങളിലെല്ലാം അതിൻ്റെ പരിണതഫലങ്ങളെല്ലാം അനുഭവിച്ചു എന്നുള്ളതെല്ലാം യഹോവ പറഞ്ഞതിന് ശേഷം അത് പിന്നെയും ഇവിടെ പറയുന്നു. ഈവൻ ബിഫോർ വൺ സ്റ്റോൺ വാസ് സെറ്റ് അപ്പോൺ അനദർ ഇൻ യാഹ്വേസ് ടെമ്പിൾ, they would have only 10 measures of grain when they look for 20. കല്ലിന്മേൽ കല്ല് ഉണ്ടായ സമയം മുമ്പ് 10 അല്ലെങ്കിൽ 20 നോക്കിയ സ്ഥാനത്ത് അവർക്ക് 10 ലഭിക്കുന്നുള്ളൂ. 50 നോക്കിയ സ്ഥാനത്ത് അവർക്ക് എന്താ ലഭിക്കുന്നത്? 20 മാത്രം. അപ്പോൾ പകുതിയിൽ താഴെ മാത്രമേ അവർക്ക് വിളവുള്ളൂ. Yahweh reminded them that in spite of all these interventions, they didn't come back to him. 17ാമത്തെ വാക്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ഇത്രയൊക്കെ ഇടപെട്ടിട്ടും yet you did not come back to me. Why does God remind them of their past failures when they are obeying him now? ഇവർ ഇപ്പോൾ അനുസരിക്കുമ്പോൾ എന്തിനാണ് ദൈവം പഴയ കാര്യങ്ങളെ ഇവിടെ കുത്തിപ്പോക്കുന്നത്, അവരുടെ പഴയ അനുസരണക്കേടിനെ കുത്തിപ്പോക്കുന്നത്? Is he trying to be sadistic to them? ക്രൂരത കാണിച്ച് ആനന്ദിക്കുന്നവനാണോ ദൈവം? Here are a few reasons for why God is doing these things. Number 1, God gets the glory for the obedience that he initiated. ഇവരുടെ അനുസരണത്തിൻ്റെ ആദ്യ പടി ചെയ്തത് ഇവരല്ല, ദൈവമാണ്. എത്രയൊക്കെ ഇടപെട്ടിട്ടും ഇവർ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല. പിന്നെയും അന്വേഷിച്ചു പോകുന്നത് ആരാ? ദൈവമാണ്. അതുകൊണ്ട് ഇവരിപ്പോൾ അനുസരിക്കുന്നുവെങ്കിൽ ഈ അനുസരണത്തിൻ്റെ എല്ലാ മഹത്വവും പോകേണ്ടത് ദൈവത്തിലേക്ക് മാത്രമാണ്. They haven't obeyed God on their own. Even after they had the Mosaic law, മോശയിക ന്യായപ്രമാണം അവരുടെ കയ്യിലുണ്ടായിട്ടും അവർ അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ ദൈവത്തെ അനുസരിച്ചിരുന്നില്ല. And even after God dealt with their agricultural produce in an adverse manner, 16 കൊല്ലമായിട്ട് ദൈവം ഇങ്ങനെ പതിയെ ഓർമ്മപ്പെടുത്തിയിട്ടും അവർ ആ അനുസരണത്തിൽ മുൻകൈ കാണിക്കുന്നില്ല. The reason God reminds them of these consequences is not to intentionally dig their past failures and hurt them in a sadistic fashion. പഴയ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ ഓർമ്മപ്പെടുത്തിയിട്ട് അവരെ കുത്തി നോവിക്കാനല്ല ദൈവം ഇത് ചെയ്യുന്നത്. They must always keep in mind that if it was not for God's strong intervention, they would still be disobedient to God. ദൈവം ശക്തമായിട്ട് ഇവരുടെ അടുത്ത് ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അവർ ദൈവത്തിൻ്റെ മുമ്പാകെ അനുസരണക്കേട് കാണിച്ച് അവരുടെ തെറ്റായ വഴികളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. They would still neglect him and think it's not a big deal. പിന്നെയും അവർ ഈ കാര്യങ്ങളെ അവഗണിച്ച് ഇതൊരു വലിയ കാര്യമല്ലെന്ന് അവർ ചിന്തിച്ച് മുന്നോട്ട് പോകും. And that's dangerous. അതുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങൾ ഇവരെ ഓർമ്മിപ്പിക്കുന്നത്. The second reason, this reminder is given so that they wouldn't be complacent in their current obedience that they did for the last 3 months and 23 days. കഴിഞ്ഞ 3 മാസവും 23 ദിവസമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അനുസരണത്തിൽ അവർ അഹങ്കരിച്ചു പോകാതിരിക്കാനാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കൊടുക്കുന്നത്. They have to know that they are prone to relapse back to their neglect of God's priority. നേരത്തെ അവർ ചെയ്ത പാപം എന്തായിരുന്നു? ദൈവത്തിന് കൊടുക്കേണ്ട മുൻഗണന കൊടുക്കാതിരിക്കുന്നത്. ആ തെറ്റിലേക്ക് അവർക്ക് പിന്നെയും തിരിച്ചു പോകാനുള്ള എല്ലാ ശേഷിയും ഉണ്ടെന്ന് അവരറിയണം. That is why he said this. They should be vigilant for all the possibilities of such disobedience, and they should keep themselves rooted in God and in what he has said. ഇവർക്ക് ഇങ്ങനെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഇവർ ഓർക്കുകയും ആ സാധ്യതകളെ ഓർത്ത് ഇവർ സ്വയം സൂക്ഷിക്കുകയും ചെയ്യണം. അവർ ദൈവത്തിൽ വേരൂന്നിയിരിക്കണം, ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ വേരൂന്നിയിരിക്കണം. These 2 reasons are a lesson in itself for us, which I will detail in a few minutes from now. ഈ 2 കാര്യങ്ങളും അതിൽ തന്നെ നമുക്കുള്ള പാഠങ്ങളാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. And now we move to the verse 19, the third section of this passage. അത് വായിക്കാം.
വിത്ത് ഇനിയും കടക്കരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. Remembrance of current blessings in the light of the temple construction. യഹോവയുടെ മന്ദിരത്തിൻ്റെ പണി നടക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ഇനിയും ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളിവിടെ കാണുന്നത്. ദി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദെയർ പാസ്റ്റ് സിൻസ് ആർ സ്റ്റിൽ പ്രസൻറ്റ്. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ അവർ ചെയ്ത പാപങ്ങളുടെ എല്ലാം തിക്തഫലങ്ങൾ ഇപ്പോഴും അവർ അനുഭവിക്കുന്നുണ്ട്. യെറ്റ് from the day the foundation of the temple was completed, God will bless them by sufficiently supplying for all their needs and choosing to sustain them as a nation and thus fulfilling His part of the covenant with them. ഈ മന്ദിരത്തിൻ്റെ അടിസ്ഥാനം പണിഞ്ഞ ദിവസം മുതൽ ദൈവം ഇവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. എങ്ങനെയാണ്? അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം അവർക്ക് പ്രൊവിഷൻ നൽകും. അവരെ ഒരു ദേശമായിട്ട് നിലനിർത്തും. അങ്ങനെ ദേശമായിട്ട് നിലനിർത്തുന്നതിലൂടെ അവരോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ ഭാഗം ദൈവം പൂർത്തീകരിക്കും. God does this so that they will not continue in their defiled worship and so that they would not continue neglecting God in the future. ദൈവം തുടർമാനമായിട്ട് ഇവരോട് നന്മ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാരണങ്ങളുണ്ട്. ഇവരുടെ മലിനമായ ആരാധനയിൽ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയും, രണ്ട്, ഭാവിയിൽ അവർ ദൈവത്തെ അവഗണിക്കാതെ മുൻഗണന കൊടുത്ത് പോകാൻ വേണ്ടി. അതിനായിട്ടാണ് ദൈവം ഇപ്പോൾ മുതൽ ഇവരെ അനുഗ്രഹിക്കുന്നത്. And now we come to the lessons and applications of this passage. ഈ ഭാഗത്തിൽ നിന്നും നമുക്ക് അറിയേണ്ട, മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. So lesson number 1, here it goes. In salvation and in our daily sanctification, we see the immeasurable love that God exhibits to sinners like us. നമ്മളുടെ രക്ഷയിലും ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിലുള്ള നമ്മുടെ ശുദ്ധീകരണത്തിലും പാപികളായ നമ്മളോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. He throws all of our sins behind Him so that we wouldn't be known as sinners anymore, but we would be known as His children. നാം ഇനി മുതൽ പാപികളായിട്ട് അറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും, ഇനി മുതൽ നാം തൻ്റെ മക്കളായിട്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ടും നമ്മളുടെ എല്ലാ പാവങ്ങളും തൻ്റെ പിറകിലേക്ക് താൻ വെക്കുന്നു, എറിഞ്ഞു കളയുന്നു. He keeps showing unparalleled grace to us. പറഞ്ഞു തീരാത്ത, അല്ലെങ്കിൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത നിസ്തുല്യമായിട്ടുള്ള കൃപ പിന്നെയും പിന്നെയും ദൈവം നമ്മളോട് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. And we, by being God's children, are not to take His goodness for granted and continue in sin. പാപം പെരുകുന്ന സ്ഥാനത്ത്, കൃപ പെരുകുന്ന സ്ഥാനത്ത് ആ നന്മയെ ചൂഷണം ചെയ്ത് പാപത്തിൽ തുടരുവാനല്ല നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. Rather, we must use the second chances that God has given us to live for Him in an unwavering manner. നമുക്ക് ദൈവം തന്നിട്ടുള്ള, അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്ന 2, 3, 4 അവസരങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ. ഇടവിടാതെ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ആ അവസരങ്ങൾ ഉപയോഗിക്കാം. Number 2, sometimes through the voice of God revealed in the scriptures, we have to be reminded of whatever blessings we have wasted when we disregarded the glory and the devotion that is due to God. പലപ്പോഴായിട്ട് തിരുവെഴുത്തിലൂടെ ദൈവശബ്ദം നമ്മൾ ദൈവം കേൾപ്പിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തൽ ദൈവം നമുക്ക് തരാറുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തെ അവഗണിച്ചപ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട ഭക്തി നമ്മൾ കൊടുക്കാതിരുന്നപ്പോൾ നമുക്ക് നഷ്ടമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവവചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കും. This action is not done by God with an intent to drive us to desperation and depression. നമ്മൾ വിഷാദത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ സങ്കടത്തോട് മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ഈ കാര്യം ചെയ്യുന്നത്. It is done by God so that we are grounded in the reality that we can go wrong at any time and see
that we start to resemble ungodly people in our behavior. ഇത് ദൈവം ചെയ്യുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏത് സമയം തെറ്റിപ്പോകാം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് എല്ലായ്പ്പോഴും വേണം. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ത് ചെയ്യണം? വീഴാതെ സൂക്ഷിക്കണം. അപ്പോൾ ആ കാര്യം, വീഴാനുള്ള സാധ്യത നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മളെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങൾ ഇങ്ങനെ ജീവിച്ചപ്പോൾ ഒരു അവിശ്വാസിയുടെ സ്വഭാവവും നമ്മളുടെ സ്വഭാവം തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തെ അവഗണിച്ച് ഭക്തിയിൽ ജീവിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവമില്ലാതെ ജീവിക്കുന്നതിൻ്റെ ജീവിതവും ഒരുപോലെ തന്നെയാണ്. അത് ഒരു ഔട്ട്സൈഡറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ മോശപ്പെട്ട അവസ്ഥ എത്രത്തോളം ഭീകരമാണ്. ഓൺലി വെൻ യു ലുക്ക് അറ്റ് യുവർ ലൈഫ് ഫ്രം an outsider's point of view or from God's eyes, then you will understand how wretched that sort of a life is. This reality is reminded to us because we are still in the sinful flesh which hasn't been redeemed as yet. ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ദൈവം തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിപ്പോഴും ഈ പാപജടത്തിൽ ജീവിക്കുകയാണ്. നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷയെ നടന്നിട്ടുള്ളൂ. നമ്മൾ ശരീരത്തിൻ്റെ രക്ഷ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അത് നടന്നിട്ടില്ല. അതുകൊണ്ട് നാം എത്ര നാൾ ഈ ലോകത്ത് ജീവിക്കുന്നോ ആ നാളുകളിലെല്ലാം നമുക്ക് വീഴാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആൻഡ് സച്ച് റിമൈൻഡേഴ്സ് ആർ നെസസറി. ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. വൈ? സോ ദാറ്റ് വി കം ലുക്കിംഗ് ഫോർ ദ സൊല്യൂഷൻ ഫ്രം ഓഫ് അവർ ഫോമർ ആക്ട്സ് ഓഫ് ഡിസൊബീഡിയൻസ്. നമ്മൾ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ചെയ്ത എല്ലാ അനുസരണക്കേടിൻ്റെയും പരിഹാരം നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർമ്മപ്പെടുത്തൽ ദൈവം നമുക്ക് തരുന്നത്. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഷുഗറിൻ്റെ അളവ് നമുക്ക് അത് തരുമല്ലോ. എന്തിനാ? കഴിഞ്ഞ ആഴ്ചത്തെ ലഡു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെയാണ് പഴയ കാര്യങ്ങൾ നമ്മളെ ദൈവം ഓർമ്മിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളിൽ ഇനി സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ടു കണ്ടിന്യൂ ഡിപ്പെൻഡിങ് ഓൺ ഗോഡ് ടു ഹെൽപ്പ് us ബി ഒബീഡിയൻറ്റ് ടു ഹിം. ഈ ഓർമ്മപ്പെടുത്തലുകളെല്ലാം ദൈവം തരുന്നത് ഇനി നമ്മൾ അനുസരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് സ്വയത്തിൽ ആശ്രയിച്ചിട്ടല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അത് മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. വിത്തൗട്ട് ഹിസ് സൂപ്പർ നാച്ചുറൽ വർക്ക് ആൻഡ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഇൻ us, we cannot live in accordance with his desires and glorify him. ദൈവത്തിൻ്റെ പ്രവർത്തനമില്ലാതെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ നമുക്ക് കഴിയത്തില്ല. ദാറ്റ്സ് എ ഫാക്ട്. ആൻഡ് നൗ വി കം ടു ദ തേർഡ് ലെസൺ. മൂന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. വി സോ ദാറ്റ് ദി അൺക്ലീൻ ഇൻവേർഡ് ബീയിങ് ഓഫ് മാൻ corrupts whatever good that man attempts to do regarding pleasing God. മനുഷ്യൻ്റെ ഉള്ള് മലിനമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്യുന്ന ഏത് നല്ല പ്രവൃത്തികളെയും മലിനമാക്കുന്നതാണ് നമ്മളുടെ മോശപ്പെട്ട നമ്മളുടെ ഹൃദയം, അല്ലെങ്കിൽ പാപം നിറഞ്ഞ നമ്മുടെ ഹൃദയം. See, God has no issues with worship coming from perfect people. നല്ല ആൾക്കാരിൽ നിന്നും ആരാധന സ്വീകരിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന് യാതൊരു കുഴപ്പമില്ല. കുഴപ്പം എവിടെയാണ്? നോബഡി ഈസ് പെർഫെക്റ്റ് ബിഫോർ ഗോഡ്. ലോകത്തിൽ സമ്പൂർണ്ണരായിട്ട് ആരുമില്ല എന്നുള്ളതാണ് പ്രശ്നം. ദർ ഇസ് നോബഡി പെർഫെക്റ്റ് ബിഫോർ ഗോഡ് ഇൻ ടേംസ് ഓഫ് ദ റൈച്ചസ്നെസ് ദാറ്റ് ഗോഡ് ലുക്സ് ഫോർ. ദൈവം നോക്കുന്ന ഒരു നീതിയുണ്ട്. ആ നീതിക്കൊത്ത ആരും ഉയർന്നിട്ടില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. വി ഹാവ് നത്തിങ് ടു സ്പ്രെഡ് ടു അതേഴ്സ് എക്സെപ്റ്റ് ട്രേസസ് ഓഫ് അവർ ഫോളൻ നേച്ചർ. നമ്മളുടെ വീഴ്ച നിറഞ്ഞ പാപസ്വഭാവം അല്ലാതെ നമ്മൾ വേറെ ആർക്കും ഒന്നും പകരുന്നില്ല. കോവിഡിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. എൻ്റെ ഉള്ളിലെ കോവിഡ് അണു അത് മാത്രമേ എനിക്ക് മറ്റുള്ളവരോട് പകരാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ സൗഖ്യം എനിക്ക് വേറെ ആരോടും കൊടുക്കാൻ സാധിക്കത്തില്ല. ദാറ്റ്സ് വാട്ട് വി ആർ in before God. ഇതാണ് നമ്മളുടെ അവസ്ഥ. നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇടപെടുന്ന ആൾക്കാരോടോ നമുക്ക് തിന്മയല്ലാതെ നമുക്കൊന്നുമില്ല പകരാൻ.
That's who we are. This is why God volunteered to cleanse our hearts and minds. ഇതുകൊണ്ടാണ് ദൈവം നമ്മളുടെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുവാൻ ദൈവം മുൻകൈ എടുക്കുന്നത്. How? Through the regeneration that He provides by the repentance from sins and faith in Jesus whom He has sent. പാപത്തിൽ നിന്നുമുള്ള മാനസാന്തരത്തിലൂടെയും താൻ അയച്ച യേശുവിലുള്ള വിശ്വാസത്തിലൂടെയുമാണ് ഈ പ്രക്രിയ, മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ശുദ്ധീകരണം ദൈവം പൂർത്തീകരിക്കുന്നത്. ത്രൂ ദിസ് ക്ലെൻസിങ് ഹി അക്സെപ്റ്റ്സ് us as his. ഈ ശുദ്ധീകരണത്തിലൂടെയാണ് ദൈവം നമ്മളെ തൻ്റേതായിട്ട് എണ്ണുന്നത്. He does this on the basis of Jesus who alone is righteous and blameless. നീതിയുടെ കാര്യത്തിലും നിർമ്മലതയുടെ കാര്യത്തിലും ഏകനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഈ രക്ഷണ്യ പ്രവൃത്തി ദൈവം നമ്മളുടെ ഉള്ളിൽ ചെയ്യുന്നത്. So dear listener, don't continue in your misconception that your good works are accepted by God just like that. ദൈവം നിങ്ങളുടെ സൽപ്രവൃത്തികളെ സ്വീകരിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകരുത്. You need to come with humility, realizing the fact that God demands that you place your trust and identity in Jesus. നിങ്ങൾ താഴ്മയോടെ വേണം ദൈവസന്നിധിയിൽ വരാൻ. എന്താണ് തിരിച്ചറിയേണ്ടത്? നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വ്യക്തിത്വവും യേശുവിൽ മാത്രമേ കണ്ടെത്തുവാൻ പാടുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ വേണം നിങ്ങൾ ദൈവഭാഗത്തേക്ക് വരാൻ. സോ ദർ ആർ ടു സിറ്റുവേഷൻസ് ഹിയർ, പ്രൈഡ് ആൻഡ് ഹ്യൂമിലിറ്റി. അഹങ്കാരവും വിനയവും രണ്ട് ഭാഗത്തുണ്ട്. സോ ഹൗ ഡസ് പ്രൈഡ് ലുക്ക് ലൈക്ക്? Pride is when you say, my good deeds are perfectly fine. അഹങ്കാരം പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? എൻ്റെ സൽപ്രവൃത്തികൾ തികവുള്ളതാണെന്ന് ഞാൻ പറയുമ്പോൾ അത് അഹങ്കാരമാണ്. And what is humility looking like? It is when you say, I am not as good as God demands, and I must hold on to the righteousness that He provides me through His grace in His Son. ദൈവം ആഗ്രഹിക്കുന്ന നന്മ എന്നിലില്ല എന്നുള്ള ഒരു ഏറ്റുപറച്ചിലും ദൈവം തൻ്റെ കൃപയാൽ ക്രിസ്തുവിലൂടെ ലഭ്യമാക്കുന്ന നീതിയിൽ ഞാൻ മുറുകെ പിടിക്കണമെന്നുള്ള ബോധ്യവും, അതാണ് താഴ്മ. ദിസ് ഇസ് വാട്ട് പ്രൈഡ് ആൻഡ് ഹ്യൂമിലിറ്റി ലുക്സ് ലൈക്ക് ഇൻ ദ ഫേസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ മുഖത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. നമ്പർ 4, ഹാവ് വി എവർ സ്റ്റോപ്പ് ടു തിങ്ക് ഹൗ നെഗ്ലിജൻസ് ടുവേർഡ്സ് ഗോഡ് in our minds and hearts affect our public actions and how it pollutes our devotion to God. ദൈവത്തോടുള്ള നമ്മളുടെ അവഗണന, അത് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം എടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മളുടെ പൊതുവായിട്ടുള്ള ക്രിയകളെയും ദൈവത്തോടുള്ള ഭക്തിയെയും എങ്ങനെയാണത് ബാധിക്കുന്നത്, അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭക്തിയെ മലിനമാക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആർ വി കൺസേൺഡ് അബൌട്ട് ഹൗ ഗോഡ് സീസ് അവർ വർഷിപ്പ്? നമ്മളുടെ ആരാധനയെ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുന്നുണ്ടോ? സമയമില്ലല്ലോ അല്ലേ അതൊന്നും ചെയ്യാൻ, അതൊന്നും ചിന്തിക്കാൻ. മെനി ടൈംസ് വി ഡോണ്ട് പ്രയോറിറ്റൈസ് ഗോഡ്സ് വിൽ ആൻഡ് ഗോഡ്സ് ഗ്ലോറി ഇൻ ഓൾ ഏരിയാസ് ഓഫ് അവർ ലൈഫ്. അനേകം സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻതൂക്കം നമ്മൾ കൊടുക്കാറില്ല. അനേക മേഖലകളിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളിതൊന്നും അന്വേഷിക്കാറില്ല. മെനി ഓഫ് us are involved in moral filth and so much of worldliness throughout the week to the point that we are not disturbed by it even when we are in the presence of God. ആഴ്ചയുടെ 6 ദിവസം ധാർമ്മികമായിട്ടുള്ള മലിനതയിൽ നമ്മൾ തുടർന്നു പോയി ലോക ചിന്തകളാൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണെന്ന് പോലും അറിയാത്ത ഒരു ചിന്തയിൽ കൂടെയാണ് നമ്മളിൽ പലരും ആരാധനയ്ക്ക് വരുന്നത് തന്നെ. And some of us are frustrated by the implications of God's ongoing presence in our lives. ദൈവം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ദൈവം നമ്മളുടെ കർത്താവാണെന്നുള്ള കാര്യത്തിൽ പലരും പല സമയത്തും നമ്മൾ അസ്വസ്ഥരാണ്. അപ്പോൾ എനിക്കിത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഒന്ന് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ കയറി വരുന്നുണ്ട്. പല മേഖലകളിൽ, പണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, വേറെ എന്ത് കാര്യത്തിലായിക്കോട്ടെ,
പലപ്പോഴും നമുക്ക് ആ ഫ്രസ്ട്രേഷൻ ഉണ്ട്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഉടുപ്പിടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് അങ്ങനെ കുറേ പരാതികളാണ് നമ്മുടെ മനസ്സിലുള്ളത് പല പ്രായത്തിലും. Okay? And with all of these faults, we shamelessly worship God, thinking that God is okay with all the filth that we offer to Him. ഇത്രയെല്ലാം കുറവുകളുണ്ടായിട്ടും നമ്മൾ ഒരു നാണക്കേടുമില്ലാതെ ഞായറാഴ്ച തോറും സഭയിൽ വന്ന് ആരാധിക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ജീവിച്ച ജീവിതത്തിനനുസരിച്ച് യോഗ്യമായിട്ട് എന്താ പറയുക, അത് ആ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കും എന്നുള്ളൊരു മിഥ്യാബോധത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ സഭാ കൂടിവരവിൽ വരുന്നത്. We have somehow reduced God to a version that is a mirror image of who we are. A God is okay with whatever we do. ഇങ്ങനെ ജീവിച്ചിട്ട് ആരാധനയ്ക്ക് ഇങ്ങനെ വന്ന് ഒരു നാണക്കേടുമില്ലാതെ ഒരു കുറ്റബോധമില്ലാതെ ആരാധിക്കാൻ വരുമ്പോൾ ഇവർ ദൈവത്തെ അങ്ങ് ചുരുക്കിയിരിക്കുക. എന്തിലേക്കാണ് ചുരുക്കിയിരിക്കുന്നത് അറിയാമോ? അവരുടെ ഒരു തനി സ്വരൂപത്തിലുള്ള ഒരു ദൈവം, അതായത് അവർ ചെയ്യുന്ന എല്ലാ മ്ലേച്ഛതകളും ഈ ദൈവത്തിന് സാരമില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ദൈവത്തെ കാണുന്നത്. How small is the idea of God in our minds? നമ്മുടെ മനസ്സിൽ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായം എത്ര ചെറുതായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പാപത്തിൽ തുടർന്ന് ഈ പാപമൊക്കെ ദൈവം ക്ഷമിച്ചോളും എന്നും പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ you have no idea how big God is. ദൈവം എത്രത്തോളം മഹാനാണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. Today, you need to realize that He is Yahweh of hosts, who is full of majesty and glory. ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈന്യങ്ങളുടെ യഹോവ സകല മഹിമയ്ക്കും സകല മഹത്വത്തിനും നിറഞ്ഞവനായിട്ടാണ് ഇരിക്കുന്നത്. So worshipping the true and living God is not a child's play. ജീവനുള്ള യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നത് അതൊരു കുട്ടിക്കളിയല്ല. ഇറ്റ് ഈസ് എ സീരിയസ് മാറ്റർ ബിഫോർ ഗോഡ്. നമ്മളുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും രഹസ്യങ്ങളെയും അറിയുന്ന ദൈവത്തിന് മുമ്പാകെ അഹങ്കാരത്തോട് കൂടിയിട്ട് വരുന്ന ദൈവം ഇതിനെല്ലാം ഓക്കെയാണെന്ന് ചിന്തിച്ച് വരുന്നത് അത് തീക്കളിയാണ്. ഇറ്റ്സ് പ്ലേയിങ് വിത്ത് ഫയർ. Therefore, we need to have a retrospection of our lives to check our attitudes, thoughts and behavior when we are involved in activities that please God. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നാം ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മളുടെ മനോഭാവം, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ സ്വഭാവം, ഇതിനെ പറ്റി ചിന്തിക്കുവാനുള്ളൊരു വിചിന്തനം നമ്മളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. The ripple effects are beyond what we can think about. ഇത് ചിന്തിക്കാതിരുന്നാൽ ഉണ്ടാവുന്ന പരിണിത ഫലങ്ങളുടെ വ്യാപ്തി നമ്മൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. അതാ ഞാൻ പറയുന്നത്, ഒരു ചെറിയ കാര്യമല്ല. What you are affects what you bring before God. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ കൊണ്ടുവരുന്ന ആരാധനയിലും അത് പ്രദർശിപ്പിക്കും. തിരിച്ച് ഉൽപ്പത്തി പുസ്തകം 4 ആദ്യത്തെ യാഗങ്ങൾ അല്ലെങ്കിൽ ഒരു ആരാധന നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പലപ്പോഴും ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ട് നമുക്ക്. അതായത് കൈൻ രക്തമുള്ള ഒരു യാഗം കൊണ്ടുവരാത്തതുകൊണ്ടാണ് ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത് എന്നുള്ളതും, ആബേൽ രക്തമുള്ള ഒരു യാഗം കൊണ്ടുവന്നുകൊണ്ടാണ് ദൈവം ആബേൽ യാഗത്തിൽ പ്രസാദിച്ചെന്നുള്ളതും. പക്ഷെ അവിടെ അവരുടെ തൊഴിലിൽ ദൈവം കൊടുത്ത സമൃദ്ധിയുടെ ഒരു താങ്ക്സ് ഗിവിങ് ഓഫറിങ്, ഒരു നന്ദിയുടെ ഒരു യാഗമായിരുന്നു അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൈൻ അവൻ്റെ കൃഷി ഉൽപാദനത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൊണ്ടുവന്നു. ഹാബേൽ ഏറ്റവും നല്ലത് കൊണ്ടുവന്നു.
അവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഇതാണ് കാണുന്നത്. ആൻഡ് ദ ലോർഡ് ഹാഡ് ഫേവർ ഓൺ ഏബൽ ആൻഡ് ഹിസ് ഓഫറിംഗ്. അവിടെ ദൈവം നോക്കുന്നത് ആ യാഗവസ്തുവിനെ മാത്രമല്ല, ആ യാഗവസ്തു കൊണ്ടുവന്ന വ്യക്തിയെയും ദൈവം നോക്കുന്നുണ്ട്. അപ്പോൾ കെയിൻ ആൻഡ് ഹിസ് ഓഫറിംഗ് ഹി ലുക്ക്ഡ് വിത്ത് ഡിസ്ഡെയിൻ. കൈനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് കൈൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? ബിക്കോസ് ദ പ്രോബ്ലം വാസ് വിത്ത് കെയിൻ. നമുക്ക് 1 യോഹന്നാന്റെ പുസ്തകം ലേഖനത്തിലേക്ക് നമുക്ക് ആ ഒരു പരാമർശത്തിലേക്ക് പോകാം. കൈനെ പറ്റി 3-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ഒരു കാര്യം പറയുന്നുണ്ട്. വേഴ്സ് 11 and 12, 11-12, 3-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ കൈൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു. ആൻഡ് ഹീ സ്ലൂ ഹിസ് ബ്രദർ. അവൻ്റെ സഹോദരനെ കൊന്നു. എന്തുകൊണ്ടാണ് അവൻ കൊന്നത്? ബിക്കോസ് ഹിസ് ഡീഡ്സ് വർ ഈവിൾ ആൻഡ് ഹിസ് ബ്രദേഴ്സ് വർ റൈച്ചസ്. ഇനി എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ വിശ്വാസത്താൽ ഹാബേൽ കൈനിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗത്തെ അർപ്പിച്ചു. സോ വാട്ട് മേഡ് ഏബൽ ഡിഫറെൻറ്റ് ഫ്രം കെയിൻ? ബോത്ത് ഓഫ് ദം ന്യൂ അബൌട്ട് ഗോഡ്. രണ്ടുപേർക്കും ദൈവത്തെ പറ്റി അറിയാമായിരുന്നു. പക്ഷേ ആ അറിവിൻ്റെ തലം, വിശ്വാസം എന്ന തലത്തിലേക്ക് എത്തുന്നത് ഹാബേലിൽ മാത്രമാണ്. ഓക്കെ, ദൈവത്തെ പറ്റി ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ ഹാബേൽ ദൈവത്തോട് വിശ്വാസത്താൽ ബന്ധപ്പെട്ടു. അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഹാബേലിനെ ദൈവം നീതീകരിച്ചു. God justified Abel on the basis of his faith. കൈൻ അവൻ്റെ അൺകൺവേർട്ടഡ് സ്റ്റേജിൽ ഈ ദൈവത്തെ ആരാധിക്കാൻ ചെയ്തു. ഓക്കെ, ഹാബേലിന് ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതുതന്നെയാണ് ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം. ഒരു വിശ്വാസത്തിലുണ്ടായ രക്ഷിക്കപ്പെട്ട അനുഭവം ഹാബേലിനുണ്ടായിരുന്നു, കൈനിന് അതില്ലായിരുന്നു. 1 യോഹന്നാൻ 3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കെയിൻ ഈസ് ഓഫ് ദി ഈവിൾ വൺ. കൈൻ ദുഷ്ടനിൽ നിന്നുമുള്ളവനാണ്. ഹാബേൽ ദുഷ്ടൻ്റെതായിരുന്നു, വിശ്വാസത്താൽ ദൈവത്തിൻ്റെതായി മാറി. അപ്പോൾ who they were eventually affected what they brought to God. അവർ ആരായിരുന്നു, അവർ എന്തായാലാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടത്, അത് അവരുടെ യാഗവസ്തുവിനെ സ്വാധീനിച്ചു. ഇനി കൈൻ ഇനി കൃഷിയിലെ ഏറ്റവും നല്ലത് കൊണ്ടുവന്നാലും, ഇനി അതല്ല ഹാബേലിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു മൃഗത്തെ കൊണ്ടുവന്നാലും ദൈവം അത് സ്വീകരിക്കത്തില്ല. വൈ? ദ പ്രോബ്ലം ഇസ് വിത്ത് കെയിൻ. കൈനിലാണ് പ്രശ്നം. അതുകൊണ്ടാണ് ദൈവം അത് സ്വീകരിക്കാത്തത്. So this is where we are coming now back to what we are discussing. Who we are or what we are affects what we bring to God. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ആരാധന എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ കർത്തൃമേശയ്ക്ക് മാത്രം വരുന്ന ഒരു യോഗത്തിനെ ആ ഒരു വാക്കുകൊണ്ട് അങ്ങ് ചുരുക്കുക പലപ്പോഴും. We often reduce the word worship to the Lord's table meetings that we have every week. Worship is more than that. ആരാധന എന്ന് പറയുന്നത് അതിലും വ്യാപ്തിയുള്ളൊരു കാര്യമാണ്. It includes everything what you do in church activities. It includes preaching, it includes sharing the gospel, it includes everything else that you do. സഭ ആക്ടിവിറ്റീസിൽ എല്ലാ കാര്യങ്ങളും, പ്രസംഗിക്കുന്നതും സുവിശേഷം പങ്കുവെക്കുന്നതും പ്രോഗ്രാംസ് ലീഡ് ചെയ്യുന്നതും അങ്ങനെ പാട്ട് പാടുന്നതും അതെല്ലാം ആരാധനയുടെ ഒരു ഭാഗമാണ്. Let me ask you this. Is your heart right when you involve in church activities, when you preach, when you share the gospel, when you lead programs or any such thing? സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഏർപ്പെടണം. പക്ഷേ ഏർപ്പെടുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, സുവിശേഷം പങ്കുവെക്കുമ്പോൾ, വിവിധമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ദൈവത്തോട് നിങ്ങളുടെ ഹൃദയം ശരിയായിട്ടാണോ ഇരിക്കുന്നത്? മത്സരബുദ്ധിയോടാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ചെയ്യാം, പലരും ചെയ്യുന്നുണ്ട്. ശരിയായിട്ടുള്ള ഇൻറ്റൻഷൻസിലല്ലാതെ ഇത് ചെയ്യുന്ന പലരും ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലുണ്ട്, നമുക്കിടയിലുണ്ട്. ഈസ് അവർ ഹാർട്ട് റൈറ്റ് when we involve in all of these things? Check it out before it's too late. വൈകുന്നതിന് മുമ്പ് ഇതിനെ തടസ്സം ഉണ്ടാക്കുക, അത്
ചെക്ക് ചെയ്ത് അതിന് പരിഹാരം വരുത്തുക. See, the fact that God has kept many of us alive is not because He is okay with our defiled worship. പല സമയങ്ങളിലും മലിനമായിട്ടുള്ള ആരാധന പല രൂപത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പല രീതിയിലും. പക്ഷേ നമ്മളുടെ മലിനമായിട്ടുള്ള ഈ ആരാധനയോട് ദൈവം ഓക്കെ ആയതുകൊണ്ടല്ല നമ്മളെ ദൈവം ഇന്നും ജീവനോടെ നിലനിർത്തിയിരിക്കുന്നത്. Why is He keeping us alive? എന്തുകൊണ്ടാണ് താൻ നമ്മളെ ജീവനോടെ, ഇത്രയും കുഴപ്പങ്ങളുണ്ടായിട്ടും ജീവനോടെ നിലനിർത്തുന്നത്? He is giving us time to change our ways. നമ്മളുടെ തെറ്റായ വഴികളെ തിരുത്താൻ ദൈവം നമുക്ക് സമയം തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു. Don't test the patience of God when He is giving us time and opportunities out of His grace. തൻ്റെ കൃപയാൽ സമയവും അവസരവും നമുക്ക് തരുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമയെ നമ്മൾ പരീക്ഷിച്ചുകൂടാ. നമുക്ക് ഇത്രയും പറഞ്ഞ് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച നമ്മളുടെ 7ാമത്തെയും അവസാനത്തെയും ക്ലാസ് ആയിരിക്കും. ദൈവം അനുസരിച്ച് അടുത്ത ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹഗ്ഗായിയുടെ പുസ്തകത്തിൻ്റെ 2ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെയാണ്. അതൊരു താരതമ്യേന ഒരു ചെറിയ പാസേജാണ്. അതുകൊണ്ട് തന്നെ മെസ്സേജിൻ്റെ ദൈർഘ്യവും അത്രയും ഇന്നത്തെ അത്രയും ഉണ്ടാവില്ല എന്നുള്ളതും ഇന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.